കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ പോലീസ് റെയ്ഡ് നടത്തി. 3 കുട്ടികളെ അറസ്റ്റ് ചെയ്തു. 2 കിലോ കഞ്ചാവ് ഹോസ്റ്റലിൽ നിന്ന് പിടിച്ചെടുത്തു. കേരളത്തിലെ എല്ലാ ഹോസ്റ്റലിലും, മെൻസ് ഹോസ്റ്റലിലും അല്ലെങ്കിൽ ലേഡീസ് ഹോസ്റ്റലിലും കോളേജിലെ ക്യാമ്പസുകളിലൊക്കെ റെയ്ഡ് നടത്തേണ്ട ആവശ്യകത എന്താണെന്ന് അവിടെ ഇപ്പം നമുക്ക് മനസ്സിലായി. പോലീസിനെ ക്യാമ്പസിൽ കയറ്റാൻ പിള്ളേർ എതിർക്കുന്നതിൻ്റെ കാരണങ്ങൾ പലതാണ്. അതിലൊരു കാരണം ഈ കഞ്ചാവ് വിൽപ്പനയും ഡ്രഗ്സ് വിൽപ്പനയും തന്നെ. അതിൻ്റെ കൃത്യമായ സ്പോട്ടാണ് കളമശ്ശേരി പോളിടെക്നിക് കോളേജ്. അവിടെ ACP അബ്ദുൽ സലാമിൻ്റെ നേതൃത്വത്തിലൊരു റെയ്ഡ് ഇന്നലെ രാത്രി 9 മണിക്ക് തുടങ്ങി. വെളുപ്പിന് 4 മണി വരെ നീണ്ടു നിന്നു. അവിടെ കുട്ടികളുടെ മുറിയിൽ അവിടെ 2 കിലോ കഞ്ചാവ്, ആ കഞ്ചാവ് പിടിക്കപ്പെട്ടു. ചെറിയ ചെറിയ കഞ്ചാവിൻ്റെ പൊതികളാക്കി മാറ്റുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ACP അബ്ദുസലാം പാർട്ടി അവിടെ ചെന്ന് കയറിക്കൊടുത്തത്. കൃത്യമായി ഉള്ള ഒരു സോഴ്സ് ഇൻഫർമേഷൻ ആയിരുന്നു. അതുകൊണ്ട് പോലീസ് അവിടെ കയറിയത് നന്നായി. അബ്ദുസലാമിനെ, സംഘത്തിനെ തീർച്ചയായിട്ടും അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ആ അഭിനന്ദനം എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്റ്റലുകളിലും കോളേജുകളിലും അവിടെ റെയ്ഡ് നടത്തേണ്ട ആവശ്യകത എന്താണെന്ന് ഇപ്പം പൊതുജനത്തിന് മനസ്സിലായല്ലോ, രാഷ്ട്രീയക്കാർക്ക് മനസ്സിലായല്ലോ. പോലീസ് എല്ലാ കോളേജും അത് ഹോസ്റ്റലും പരിസരങ്ങളിലും ഉണ്ടാകണം, കയറിയിരിക്കണം. അത് കുട്ടികളുള്ള വൈരാഗ്യം കൊണ്ട് ഒന്നുമല്ല. സമൂഹത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം, കുട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് പോലീസ് അപ്രകാരം ചെയ്യുന്നത്. ഏതായാലും ഈ ഒരു സംഭവം നമ്മളെ വളരെയധികം ചിന്തിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. കാരണം അവിടെ നടത്തിയ റെയ്ഡിൽ ആ കുട്ടികളിലെ 3 പേരെ ഇപ്പം പോലീസ് അറസ്റ്റ് ചെയ്തു. അത് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയാണ് 2 കിലോ കഞ്ചാവ് എന്ന് പറയുന്നത്. ഹോളി ആഘോഷത്തോടനുബന്ധിച്ച് ആ ഹോസ്റ്റൽ അടിച്ച് തകർക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ കഞ്ചാവ് സ്റ്റോർ ചെയ്തത്. ഈ കഞ്ചാവ് കൊണ്ടുവരുന്നത് വിൽക്കപ്പെടുകയാണ് കുട്ടികൾക്ക്. അതൊരു വരുമാനമാക്കുകയാണ് ഈ സ്റ്റുഡൻസിന്. അതും ഇതിൻ്റെ പിന്നിലുണ്ട്. ചെറിയ ചെറിയ പൊതികളാക്കി നിന്ന് പലർക്കും അത് വിൽക്കാൻ വേണ്ടി തന്നെയാണ്. ഹോസ്റ്റലിലെ പല കുട്ടികളുടെയും വരുമാന മാർഗം കഞ്ചാവ് വിൽപ്പനയും ഡ്രഗ്സ് വിൽപ്പനയും ആണ്. സ്കൂളുകളിലേക്ക് അത് വ്യാപിച്ചു കഴിഞ്ഞതെന്നൊക്കെ നമുക്കറിയാം. ഇത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ആ റെയ്ഡിനോടനുബന്ധിച്ച് ചില കാര്യങ്ങളോടെ നമുക്ക് കിട്ടി. അവിടെ മദ്യക്കുപ്പികൾ ധാരാളം. ഹോസ്റ്റലെല്ലാം കോട്ടയത്തെ നഴ്സിംഗ് ഹോസ്റ്റലിൽ റെയ്ഡ് നടത്തിയപ്പോൾ നമ്മൾ എത്രയോ മദ്യക്കുപ്പികൾ കണ്ടു. അവിടുത്തെ സാറുമാരൊക്കെ ഇതിന് കൂട്ടാണ്. അവർക്ക് കുട്ടികളെ ഭയമാണ്. ഇല്ലെങ്കിൽ പോലീസിനെ വിളിക്കണം, ഭയമാണെങ്കിൽ റെയ്ഡ് നടത്തണം. എന്തുകൊണ്ടാണ് അത് മറച്ചു വെക്കുന്ന സാറുമാർ? അപ്പോൾ അവരവരുടെ ജോലി ചെയ്യുന്നില്ല, അവരുടെ കർത്തവ്യം നിർവഹിക്കുന്നില്ല എന്ന് വളരെ ക്ലിയറാണ്. പ്രിൻസിപ്പളും ഒക്കെ കുറ്റക്കാർ തന്നെ. കാരണം ഈ ഹോസ്റ്റലിൽ ഇതുപോലെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ കുട്ടികളെ കേരളത്തിലെ ഒരു സ്കൂളിലും ഒരു കോളേജിലും അവരെ പഠിപ്പിക്കാൻ അനുവദിക്കരുത്. ഡ്രഗ്സ് വിൽക്കുന്നതും കഞ്ചാവ് വിൽക്കുന്നതും അതൊന്നും അല്ല ആ മാതാപിതാക്കൾ ഉദ്ദേശിക്കുന്നത്. അത് വിറ്റ് കാശുണ്ടാക്കാനല്ല അവന്മാരെ അവിടെ അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കുട്ടികളെ ആരും തുടർ പഠനത്തിന് അനുവദിക്കാൻ പാടില്ല എന്ന് സർക്കാർ തീരുമാനമെടുക്കണം. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ തീരുമാനമെടുക്കണം. കാരണം അത് കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും മനസ്സിലാവും. നല്ല ഡിസിപ്ലിൻ എൻഫോഴ്സ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാക്കുകയുള്ളൂ. അതുകൊണ്ട് ഇതിന് വിധേയമാകുന്ന, ഇത് വിൽക്കാൻ ശ്രമിക്കുന്ന കുട്ടികളെ ഒരു കാരണവശാലും ഒരു കോളേജിലും ഒരു സ്കൂളിലും കേരളത്തിൽ എടുക്കാൻ പാടില്ല. അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരു 10-100 കുട്ടികളെ നമുക്ക് സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടേണ്ടി വരും. പക്ഷെ അത് നല്ലൊരു പാഠമാണ് എല്ലാവർക്കും. മറ്റു കുട്ടികൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. അവർ ചാനലിലും മറ്റേതൊക്കെ കൂടി ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കില്ല. ഇത് നല്ല തക്കതായ നടപടിയാണ്. നമുക്ക് കോട്ടയത്തെ ആ നഴ്സിംഗ് കോളേജിലെ 6 വിദ്യാർത്ഥികളെ കേരളത്തിലെ ഒരു നഴ്സിംഗ് കോളേജ് എടുക്കില്ല എന്നൊരു തീരുമാനം എടുത്തതിന് ഗവൺമെൻറ്റിനെ അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും ആ വകുപ്പിനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. അതുപോലൊരു തീരുമാനം ഡ്രഗ്സും കഞ്ചാവും ഏത് കോളേജിൽ നിന്നും ഏത് സ്കൂളിൽ നിന്നാണ് പിടിച്ചെടുക്കുന്നത്, അതിന് കാരണക്കാരായ കുട്ടികളെ ഒരു കാരണവശാലും അവരെ ഒരു വിദ്യാലയത്തിലും പഠിപ്പിക്കാൻ അനുവദിക്കാതെ ഉണ്ടോ. അവരെ നന്നാക്കിയെടുക്കാമെന്ന് കഴിഞ്ഞ 10-30 വർഷമായിട്ടൊക്കെ നമ്മളും സമൂഹമൊക്കെ ശ്രമിക്കുന്നുണ്ട്. അവരൊരിക്കലും നന്നാവില്ല. അവരൊക്കെ പറഞ്ഞിരിക്കുന്ന പൂജപ്പുര ജയിലിൽ തന്നെയാണ്, അങ്ങോട്ട് തന്നെ പറഞ്ഞു വിടണം. ആ കുട്ടികളെ നന്നാക്കി എടുക്കുന്നത് അവർ അവിടുന്ന് റിഫോം ചെയ്ത് വരട്ടെ, അന്നേരം നമുക്ക് ആലോചിക്കാം. അതുകൊണ്ട് ഈ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി 2 കിലോ കഞ്ചാവ് പിടിച്ച ആ കുട്ടികളെ 3 പേര് ഒരു കാരണവശാലും ഒരു സ്കൂളിലും കോളേജിലും എടുക്കാൻ പാടില്ല. രണ്ടാമത്, ആ റെയ്ഡിനൊപ്പം കുറച്ച് മദ്യക്കുപ്പികളുടെ കൂടെ വേറെ ചില സാധനങ്ങളും കൊടുത്തു. ഗർഭനിരോധന ഉറകൾ. കുട്ടികളുടെ നിലവാരം എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. മദ്യവും മദിരാക്ഷിയും നമ്മൾ പറയും. അപ്പോൾ കള്ളും മദ്യവും ഒക്കെ തന്നെ സ്ത്രീകളും ഒക്കെ അവിടെ ഉണ്ട് ആ കാര്യത്തിൽ. അതുകൊണ്ട്
നമ്മൾ ആ കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. ഇതിൻ്റെ കൂടെ കിട്ടിയ കാര്യങ്ങളിൽ ഈ കുട്ടികൾ തൽപരരാണ്, അത് അവർ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് നമ്മുടെ മലയാളി കുട്ടികളുടെ ഇപ്പോഴത്തെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാകാം. എത്രയോ കൊച്ചുങ്ങൾ 15 വയസ്സിലും 9ലും 10ലും പഠിക്കുന്ന കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. അവരുമായിട്ട് ഇതുപോലെയുള്ള ഡ്രഗ്സ് അടിച്ചിട്ട്, അതുപോലെ കഞ്ചാവ് വലിച്ചിട്ട്, അവരുമായിട്ട് ചില ചേഷ്ടകൾ ഉണ്ടാക്കി, അവരുമായി പീഡിപ്പിച്ച് ആ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. ഇന്നലെ മിനിഞ്ഞാന്ന് നമുക്ക് ദൈനംദിനം കേരളത്തിൽ 2-3 പെൺകൊച്ചുങ്ങൾ 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്യണം. ആത്മഹത്യയുടെ കാരണം അവർ ചെന്ന് ചാടിയ ആ വീഴ്ച അവരെ പീഡിപ്പിക്കും. കഴിഞ്ഞ ദിവസം ഇവിടെ കൊല്ലം ജില്ലയിൽ ഒരു സംഭവം ഉണ്ടായി. 15 വയസ്സുകാരി സൂയിസൈഡ് ചെയ്തു. ഞാൻ സ്വയം നശിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെ എഴുതിയും വെച്ചു. പക്ഷേ കല്ലമ്പലത്തുള്ള ഒരു ഓട്ടോമൊബൈലിലെ ഒരു സൂപ്പർവൈസർ പയ്യൻ 29 വയസ്സുണ്ട്. അവനാണ് 15 വയസ്സുകാരിയെ പീഡിപ്പിച്ചത്. അവന് ആ പീഡനം അംഗീകരിച്ചു. കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അങ്ങനെ ഉണ്ടാവും. പോസ്റ്റ്മോർട്ടത്തിൽ അത് വെളിവായിട്ടുണ്ട്. ആ കുട്ടിയുടെ ആത്മഹത്യയിലേക്ക് നയിക്കാനുണ്ടായ കാരണം ഇയാളുടെ പ്രവൃത്തി തന്നെ. അതുകൊണ്ട് നമ്മൾ ഈ കുട്ടികളുടെ DJ പാർട്ടി അല്ലെങ്കിൽ ആഘോഷങ്ങളൊന്നും ഒരു കോളേജിലും സ്കൂളിലും അനുവദിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും കുട്ടികൾക്കുണ്ടാകുന്നില്ല. അത് കള്ളു കുടിക്കാനും അല്ലെങ്കിൽ ആഘോഷവും പാട്ടുമൊക്കെ നടത്തി അവരവരുടെ മെയിൻ ട്രാക്കിൽ നിന്ന് മാറിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഒരു കോളേജിലും ഇതുപോലെയുള്ള സെൻഡ് ഓഫ് പാർട്ടികൾ ഒന്നും പാടില്ല. അത് കേരളത്തിൽ അത് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. 10ാം ക്ലാസ്സിൽ പാസ്സാകുന്ന കുട്ടികൾ പിരിഞ്ഞ് 10 പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഉടനെ ഇതുപോലെ ആഘോഷം വെക്കുകയാണ്. അതിനൊക്കെ കൂട്ടു നിൽക്കുന്ന കുറേ സാറുമാരുണ്ട്. അവർക്കും മദ്യപിക്കണം. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ള ചേതോവികാരമെന്ന് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് നമുക്ക് മാറി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു. ഇതുപോലെയുള്ള റെയ്ഡുകൾ എല്ലാ ഹോസ്റ്റലിലും കോളേജിലും പോലീസ് നടത്തണം. അതിന് പൊതുജനങ്ങൾ സഹകരണം ഉണ്ടാകണം. നമ്മുടെ കുട്ടികളെ ഇപ്പോഴത്തെ മദ്യമാഫിയയിൽ നിന്നും അല്ലെങ്കിൽ ഡ്രഗ്സ് മാഫിയയിൽ നിന്നും രക്ഷപ്പെടുത്താനായിട്ടുള്ള ശ്രമം പോലീസ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അവരെയൊക്കെ പിന്തുണ കൊടുക്കണം. അത് കുട്ടികളോടുള്ള വൈരാഗ്യം കൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ വിരോധം കൊണ്ട് നടത്തുന്നതാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. നമുക്ക് തീർച്ചയായിട്ടും പോലീസിനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ നാർക്കോട്ടിക്സ് ബ്യൂറോക്കാരും അതുപോലെ തന്നെ ഡ്രഗ്സിന് വിരുദ്ധമായ സംഘടനകളെല്ലാം രംഗത്ത് വരണം. പോലീസിന് എല്ലാ സ്ഥലങ്ങളിലുള്ള കിട്ടുന്ന വിവരങ്ങൾ നിങ്ങൾ പോലീസിന് കൈമാറുക. പോലീസ് അത് റെയ്ഡ് ചെയ്യട്ടെ. അത് അവർ വേണ്ട നടപടികളെടുത്തോളും. പതുക്കെ പതുക്കെ നമുക്ക് ഇതിൽ നിന്നൊരു മോചനം കൊണ്ടുവരാൻ ഇതുപോലുള്ള ശക്തമായ നടപടികൾ തന്നെയാണ് നമുക്ക് ആവശ്യം.